ദിവ്യബോധനം പഠന പദ്ധതിയുടെ പുതിയ വർഷത്തെ കോഴ്സുകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഡെമോ വീഡിയോ ആണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ദിവ്യബോധനം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ദിവ്യബോധനത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഹോം പേജിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ, ഒരു ടാബ് കാണാം. ആ രജിസ്ട്രേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കൺസോളിലേക്ക് പോകാവുന്നതാണ്. അവിടെ രജിസ്ട്രേഷൻ, സ്റ്റുഡൻസ് ലോഗിൻ, അക്കാഡമിക് കലണ്ടർ എന്നിങ്ങനെ 3 ഡിവിഷൻസ് നമുക്ക് കാണാവുന്നതാണ്. നീല ബട്ടണിലുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റിക്വയർമെൻറ്റ് കാണും. രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ് വേണം, എലിജിബിലിറ്റി പ്രൂഫ് വേണം, അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് QR കോഡ് വഴി നടത്തേണ്ടതാണ്. അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ദിവ്യബോധനം കോഴ്സുകൾ ഏതിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് തിരഞ്ഞെടുക്കുക. പിന്നീടുള്ള ഫീൽഡുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. പേര്, ഞാനിവിടെ ഒരു ഡെമോ യൂസർ എന്നുള്ള ഒരു താൽക്കാലിക പേര് കൊടുക്കുന്നു. പിന്നെ അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പറാണ് നമ്മളുടെ ഈ രജിസ്ട്രേഷന് ഏറ്റവും ആധികാരികമായിട്ട് വേണ്ടത്. ആ മൊബൈൽ നമ്പറും നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡുമാണ് സ്റ്റുഡൻറ്റ് ID ആയിട്ടും അതിൻ്റെ ലോഗിനും ആവശ്യമായിട്ട് വരുന്നത്. ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. നമ്മുടെ പള്ളിയുടെ പേര്, ഡയോസിസ്, അതോടൊപ്പം തന്നെ ഡയോസിസ് ഡിസ്ട്രിക്റ്റ് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അത്, പിന്നെ എലിജിബിലിറ്റി ആയിട്ട് കൊടുക്കുന്ന പ്രൂഫ് ഏതാണോ, അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൂഫ് ഏതാണോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോൺസിക്യൂട്ടീവായിട്ടുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. പിന്നീട് പേയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഓരോ കോഴ്സിനും ഫീസ് വ്യത്യസ്തമാണ്. നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് എന്നതനുസരിച്ച് ഫീസും വ്യത്യസ്തമായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചുള്ള ഫീസ് താഴത്തെ പേ നൗവിൽ കാണാവുന്നതാണ്. അങ്ങനെ പേ നൗ കൊടുത്താൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ QR കോഡ് ലഭിക്കുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് പൂർത്തീകരിക്കേണ്ടതാണ്. പേയ്മെൻറ്റ് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ID നമുക്ക് ലഭിക്കും. എൻ്റർ യുവർ പേയ്മെൻറ്റ് റെഫറൻസ് നമ്പർ, ട്രാൻസാക്ഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് ആ ട്രാൻസാക്ഷൻ ID നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം വ്യൂ ചെയ്യാനായിട്ടുള്ളൊരു അവസരമുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്തതെല്ലാം ശരിയാണ് എങ്കിൽ സേവ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് പഴയ ടാബിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്ത എല്ലാ ഫീൽഡും നിലനിൽക്കും, പാസ്വേഡിൻ്റെ ഫീൽഡ് മാത്രം നഷ്ടപ്പെടും. അതുകൊണ്ട് വീണ്ടും പാസ്വേഡ് എൻ്റർ ചെയ്യണം. നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് ഓർത്തിരിക്കണം. കാരണം ആ പാസ്വേഡ് വെച്ചാണ് സ്റ്റുഡൻസ് IDയിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും പാസ്വേഡ് ഓർത്തിരിക്കേണ്ടതാണ്. സേവ് ചെയ്യുക. അങ്ങനെ സ്റ്റുഡൻസ് ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾ കാണാം. അവിടെ നിന്ന് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റുഡൻസ് IDയിലേക്ക് അവിടെ നിന്നോ അല്ലാത്ത പക്ഷം പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ കൺസോളിൽ ചെന്ന് രണ്ടാമത്തെ ബട്ടണായ സ്റ്റുഡൻസ് ലോഗിൻ എന്ന ടാബിൽ നിന്നോ ക്ലിക്ക് ചെയ്ത് ലോഗിൻ വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. ലോഗിൻ വിൻഡോയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായിട്ടും രേഖപ്പെടുത്തേണ്ടത് മൊബൈൽ നമ്പറാണ്. ആ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. അവിടെ ഒരു വെൽക്കം ഡെമോ യൂസർ എന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടൊരു ഡയലോഗ് ബോക്സ് വരും. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, നമ്മുടെ പ്രൊഫൈല്, പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ് തുടങ്ങിയ എല്ലാ സംഗതികളും കാണാം. 2 കാര്യങ്ങളൂടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചൂസ് ഫയൽ എന്ന ഭാഗത്ത് പോയി സെലക്ട് ചെയ്ത് സബ്മിറ്റ് ഫോട്ടോ കൊടുക്കണം. സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് കാണും. ഗോ ബാക്കിൽ പോയി വീണ്ടും പഴയ ടാബിൽ വന്ന് നമ്മളുടെ പ്രൂഫ്, അത് ചൂസ് ഫയൽ എന്നിടത്തിൽ പോയി സെലക്ട് ചെയ്ത് സബ്മിറ്റ് പ്രൂഫ് കൊടുത്ത് അതും അപ്ലോഡഡ് പൂർത്തീകരിക്കേണ്ടതാണ്. അങ്ങനെ ഈ 2 കാര്യങ്ങൾ കൂടെ നിർവഹിച്ചെങ്കിൽ മാത്രമേ സക്സസ്ഫുള്ളി അപ്ലോഡഡ് നിങ്ങൾ കണ്ടു. ഗോ ബാക്ക് എന്ന ടാബിൽ പോയി പഴയ മെനുവിലേക്ക് പോവുക. അങ്ങനെ നമ്മളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ലോഗിൻ ചെയ്യാനും സാധിക്കും.